ചില നമസ്കാരമുണ്ട്. ഇത് നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സൗത്ത് ഈസ്റ്റ് സ്റ്റൈലിൻ്റെ ഒരു കറിയാണ് കേട്ടോ. അത് വന്നിട്ട് നമ്മുടെ ഇതിലാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം. ആ വീഡിയോയിലാണ് നമ്മുടെ അതിൻ്റെ മെയിൻ പ്ലേറ്റിങ്. ഇപ്രാവശ്യം പ്ലേറ്റിങ് ഫുള്ള് കാര്യങ്ങളുണ്ട് കേട്ടോ അതിൽ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇവർ കഴിക്കുന്ന രീതി, അതായത് ഒരു ട്രഡീഷണലായിട്ട് ഇവരെങ്ങനെയാണ് കഴിക്കുന്നത്. അപ്പം നമ്മളെന്ന് പറയുമ്പോൾ ഒരു പാത്രത്തിൽ ഒരു 3-4 ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് അല്ലെ കഴിക്കുന്നത്. ഇവരെങ്ങനെയാണ് കഴിക്കുന്നത് എന്നുള്ളതിൻ്റെ അവിടെ ലാസ്റ്റിൽ ഞാൻ കാണിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു 3-4 ഐറ്റം ഒക്കെ ഇവർക്ക് വേണം. കാണുമ്പോൾ ഒരു ഹങ്കാണ്, പക്ഷെ കഴിക്കുന്നത് കുറച്ച് കഴിക്കട്ടെ. ഇവർ ഒരു ആരോഗ്യം നല്ലപോലെ ശ്രദ്ധിക്കുന്ന ടീംസാണ്. നമ്മളെ വിട്ട് വാരി വലിച്ച് കഴിക്കുക അല്ലെങ്കിൽ ഒരു കൺട്രോൾ ഇല്ലാതെ കഴിക്കുന്നവരൊക്കെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ലതായിരിക്കണം. എല്ലാം കുറച്ച് ആഹാരത്തിൽ മെയിനായിട്ട് ഒരു സലാഡ് കഴിക്കും ആഹാരത്തിൻ്റെ കൂടെ. അതൊക്കെയാണ് ഇവിടെ പ്രത്യേകം. കഴിക്കുന്ന എന്ത് ഇറച്ചി വേണോ, ഒന്നെങ്കിൽ മട്ടൺ അല്ലെങ്കിൽ ബീഫോ അല്ലെങ്കിൽ കോഴി. പിന്നെ മീൻ കഴിക്കുന്ന നല്ല ആൾക്കാരുണ്ട് കേട്ടോ. മീൻ ഇപ്പോൾ സൗദിയിൽ ഫേമസ് ആയിട്ട് വരും. ഫിഷ് ഐറ്റംസ്, ഫിഷിൻ്റെ ഡിഷുകളൊക്കെ എല്ലാത്തിലും ഉണ്ട്. ഇവിടെ അൽബേക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഫേമസ് ബ്രോസ്റ്റ് കമ്പനിയുണ്ട്. ബ്രോസ്റ്റിൻ്റെ കടകളുണ്ട്. അപ്പം അവിടെയൊക്കെ മെയിനായിട്ട് ഇപ്പോൾ ഫിഷിൻ്റെ ഐറ്റം ഉണ്ട്. ഫിഷ് ഫിംഗർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ മസാലയും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. അതായത് സൗദിയിലുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്യാം. അതിൻ്റെ വീഡിയോ കാണിക്കാം. അപ്പം മെയിനായിട്ട് പേര് ഞാൻ പറയുന്നില്ല, കണ്ടു നോക്കുക എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്താണെന്നുള്ളത്. പിന്നെ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അത് നമ്മൾ ഓൾറെഡി ഒനിയനും ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് ഓൾറെഡി സോട്ട് ചെയ്തു. പകുതിയായി, എൻ്റെ ഹാഫ് കുക്കായി വെന്തിരിക്കുകയാണ്. അത് നമ്മൾ തക്കാളിയും പച്ചമുളകും ഇടുന്നു കേട്ടോ. ഓക്കെ, ഇന്ന് നല്ല ബ്രൗൺ കളർ ആവട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ തക്കാളി ഇട്ടു, പച്ചമുളക് ഇട്ടു. ഇനി അടുത്ത മസാല ഇടുന്നതാണ്. ഓക്കെ, വെളുത്തുള്ളി എല്ലാം ബ്രൗൺ കളറായി. നമ്മളതിലേക്ക് ബീഫിൻ്റെ കീമ കേട്ടോ, അതായത് ലഹാം കീമ. അതെ, നല്ലപോലെ കീമ അരച്ചുണ്ട്. ക്യാപ്സിക്കം, ചില്ലി, വെളുത്തുള്ളി എല്ലാം അവിടെ അരച്ച് നല്ല സൂപ്പർ കീമയാണ്. പിന്നെ എൻ്റെ തുർക്കി പേസ്റ്റ് ഉണ്ട്, നമ്മുടെ പാഴ്സലി ലീവ് എല്ലാം ഇട്ട് ഇതൊന്ന് സോത്ത് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഓക്കെ, അത് ഒരുമാതിരി നല്ല സോത്തായി ബ്രൗൺ കളറായി. അതിലേക്ക് നമ്മൾ നമ്മുടെ മസാല ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. മുളക് പൊടി വന്നിട്ട് ഇവർ എരിവ് കഴിക്കില്ല കേട്ടോ, അതുകൊണ്ട് നമ്മുടെ കാശ്മീരി ചില്ലിപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല. അതെ, നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. അതിലേക്ക് കുറച്ച് ഒരു കളറിന് വേണ്ടി, ടേസ്റ്റിന് വേണ്ടി നമ്മുടെ തുർക്കി പേസ്റ്റാണ് കേട്ടോ, തുർക്കിഷ്, അതിലൂടെ ആഡ് ചെയ്യാണ്. നല്ല കളറ് കിട്ടും. നല്ല കളറും അതുപോലെ സൗദിയുടെ ഒരു ടേസ്റ്റിനും നല്ലൊരു സാധനമാണത്. നമ്മൾ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് കൂടെ ആഡ് ചെയ്തു കേട്ടോ, ഒരു കളർ. ടൊമാറ്റോ പേസ്റ്റ് ഓപ്ഷണലാണ്, നമുക്കതിടാം. പിന്നെ കുറച്ച് പുതിനയിലൂടെ ഒരു ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയിട്ട്. ഇത് നല്ലൊരു ഓപ്ഷണലാണ്. മല്ലിയില ഇടുന്നുണ്ട്, മല്ലിയില വേണേൽ മല്ലിയില ഇട്ടാലും മതി. പുതിന ഇല്ലാത്തവർ പുതിന ഇട്ട് നിർബന്ധമില്ല, പക്ഷേ സൗദികൾക്കൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുതിന ഇട്ടേക്കുന്നത്. ടൊമാറ്റോ പേസ്റ്റ് ഇടായി ഏകദേശം സാധനം റെഡിയായി വരുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടിയിട്ട്